നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കുമ്മനത്തെ ജയിപ്പിക്കാൻ തരൂർജിയെ കാലുവാരാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചാൽ അവരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഓടിച്ചിട്ട് തല്ലുന്ന ദിവസം അത്ര വിദൂരമല്ലെന്ന് അറിഞ്ഞോളൂ. അത് ഏത് താക്കോൽ സ്ഥാനത്തിരിക്കുന്ന തലകൾ ആയാലും. ഇത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ. ചിലപ്പോൾ അത് മറ്റൊരു വ്യാജ ഐഡിയിലുള്ള ആളുകൾ ഇട്ടതുമായിരിക്കാം. എങ്കിൽ പോലും അല്പം മുൻപ് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത്. എന്നാലും വാർത്തയിൽ പറയുന്ന വസ്തുത പ്രസക്തമായതുകൊണ്ടാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്നാണ് വാർത്ത. മുൻ MLA-യും സിറ്റിംഗ് MLA-യും NSSൻ്റെ അദൃശ്യ കരങ്ങളുമെല്ലാം ഇതിന് പിന്നിലുണ്ടെന്നാണ് പറയുന്നത്. തരൂർ തോറ്റാൽ താക്കോൽ സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് ഇരിപ്പിടം ഉണ്ടാകില്ല എന്നാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വയം കുഴി തോണ്ടുന്നു. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ നാണുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ നാണു, തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പരാതി ഉയരുമ്പോൾ ഇപ്പോൾ അല്പം മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും എല്ലാം പറയുന്നു ഇങ്ങനെ ഒരു പരാതിയില്ല, ശശി തരൂർ പരാതി കൊടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ തീയില്ലാതെ പുകയുണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ അല്പം ഒരു അതൃപ്തി എവിടെയൊക്കെയോ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്താണ് ഇത് കേൾക്കുമ്പോൾ താങ്കളുടെ അഭിപ്രായം? അല്പമല്ല സാറ്, ഫുൾ അതിർത്തി തന്നെയാണ്. കുമ്മനന്റെ ആകർഷകൻ 75,000 വോട്ടിന് ജയിച്ചിരിക്കുന്നു തിരുവനന്തപുരം. അതാണ് അതിന്റെ ഉത്തരം. റൈറ്റ്. വളരെയധികം നന്ദി. ശ്രീ ശിവദാസൻ ചേരുന്നു. ബാലരാമപുരത്തു നിന്നുമാണ് ശിവദാസൻ വിളിക്കുന്നത്. കേൾക്കാമോ ശ്രീ ശിവദാസൻ? പറഞ്ഞോളൂ താങ്കളുടെ കാഴ്ചപ്പാട്. സാറേ, ഞാനൊന്ന് വ്യക്തമായിട്ട് കേൾക്കണം. കാരണം ഈ കോൺഗ്രസിനോ ആരെയും കുറ്റപരിഹാരം അവിടെ ആരും ഈ BJP സഹായിക്കാൻ വേണ്ടി ഒരു കോൺഗ്രസ് നേതാക്കന്മാരും അവിടെ ഒരു പിടുത്തോളിൽ തോന്നുന്നില്ല, ഒരു സംഘടനയും തോന്നുന്നില്ല. ജനങ്ങൾ വോട്ട് കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ചു വെക്കുമ്പോൾ ഞാൻ ജനങ്ങൾ വോട്ട് ചെയ്യും. അത് വ്യക്തിപരമായ രീതിയിൽ എല്ലാവർക്കും അറിയാം. ഇത് പൊളിറ്റിപരമായി രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാവർക്കും അറിയാം. കുമ്മനാശൻ നാളെ അവർ ജയിച്ചിരിക്കും, സംശയമൊന്നും വേണ്ട. അതൊരു കോൺഗ്രസിനെ പറ്റി കാര്യമില്ല. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും CPM സ്ഥാനാർത്ഥിക്കും പ്രവർത്തിക്കാൻ ആളില്ലല്ലോ. അവിടെ 2-3 കൊടിയും കെട്ടിയിട്ട് 2-3 പോസ്റ്റ് ഓടിച്ചിട്ട് കാര്യമുണ്ടോ? പ്രവർത്തിക്കണം. വീടാന്തരം ഇറങ്ങി. ശ്രീ ശിവദാസൻ, ശരി, ഇപ്പോൾ കുമ്മനത്തിന്റെ കാര്യവും എല്ലാം കേട്ടോ. ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ കാലുവാരാൻ ആരാണ് ശ്രമിക്കുന്നത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അത് എനിക്ക് ഒരു വ്യക്തി ഞാൻ പറയും. മുൻ ഒരു യുവ തെരഞ്ഞെടുപ്പിൽ കൂടി വന്ന് പാർലമെന്റ് MP ആവുകയും രണ്ടാമത് മന്ത്രിയാവുകയും ഇപ്പോൾ MLA ആയിരിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ വ്യക്തമാണല്ലോ, അത് ജനങ്ങൾക്കറിയാമല്ലോ. അത് ഫേസ്ബുക്കിൽ താരം എനിക്കറിയില്ല, ഞാൻ നോക്കാറില്ല. പക്ഷെ അത് വ്യക്തമാണ്. ഏതായാലും ആള് വളരെ കൃത്യമായി മനസ്സിലായി. താങ്കളുടെ മനസ്സിലുള്ള ആളെ വളരെയധികം നന്ദി. ശ്രീ ദാസൻ കൂടി ചേരുന്നു. ശ്രീ ദാസൻ, ശശി തരൂര് 2009 തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആദ്യമായി വരുന്നത്. അന്നും വിജയിച്ചു, അതിനുശേഷവും വിജയിച്ചു. ഒരു ഹാട്രിക് വിജയത്തിലേക്ക് ശശി തരൂര് പോകുന്നു എന്നുള്ള സൂചന ഉണ്ടാകുമ്പോൾ അതൃപ്തിയുള്ള ചിലരാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് ദാസന് തോന്നുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഈ സുരേഷ് ഗോപി കേന്ദ്രത്തിലെ പിടിപാട് പോലെ അമിത്ഷായും നരേന്ദ്രമോദിയുടെ ആളാണ് സുരേഷ് ഗോപി. അതേപോലെ ഹൈക്കമാൻഡ് ആളാണ് ഈ ശശി തരൂർ. ശശി തരൂർ മറ്റുള്ള സാധാരണക്കാരായ ജില്ലാ നേതാക്കന്മാർക്കും മൈൻഡാക്കുന്നില്ല. പുള്ളിന്റെ രീതി തന്നെ പ്രത്യേക ടൈപ്പാണ്. പുള്ളി അങ്ങനെ പുറത്തൊക്കെ പോയി ജീവിച്ച് പുള്ളിക്ക് ഇപ്പൊ ഒരു നല്ല സ്റ്റാറ്റസ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപാധി മാത്രമായിട്ടാ പുള്ളി കാണുന്നു MP സ്ഥാനമൊക്കെ. പുള്ളിക്ക് പക്ഷേ ശ്രീദാസൻ, ഇതിലൊരു കാര്യം, ഈ പറയുന്നത് പോലെ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥി, നൂനിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി, ആ വിശേഷണങ്ങളൊക്കെ ശശി തരൂരിന് മാറിയില്ല. കാരണം 2009 വരുമ്പോൾ ശശി തരൂർ ആരാണെന്ന് പകുതി പേർക്കും അറിയുമായിരുന്നില്ല. ഒരു അപരിചിത വ്യക്തിത്വമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. ശശി തരൂര് ഇത്രയും കാലം ഇവിടെ നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ. പക്ഷെ അയാൾക്ക് വേറെ ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് വിലകൽപ്പിക്കുന്ന ആളാണ് അയാള്. നമുക്കറിയില്ല, വ്യക്തിപരമായിട്ട് അയാളെ പറ്റി അതിശയിക്കുന്നില്ല. ആ പുള്ളി എന്ന് വെച്ചാൽ ഒരു MP ആയാളുടെ യോഗ്യത്തിലാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പുള്ളിയുടെ ജീവിത രീതി നമ്മൾ ഇത്രയും പ്രായത്തിൽ 2-3 കല്യാണം കഴിക്കുക,
അതൊക്കെ ഒരു പൊതുപ്രവർത്തനം ചോദിച്ച പണിയല്ല. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ നൂറുദ്ദീൻ ചേരുന്നു. ശ്രീ നൂറുദ്ദീൻ, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ പറയുന്നത് പോലെ മാധ്യമങ്ങളുടെ സൃഷ്ടി, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉള്ള അവരുടെ പ്രചാരണം, അത് മാത്രമാണോ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്? അതുമല്ല, തിരിച്ച് ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം അല്ലെങ്കിൽ ചെറിയൊരു വിഭാഗം എങ്ങനെയാണെങ്കിലും കുറച്ചാളുകൾ തയ്യാറാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നൂറുദ്ദീൻ, കേൾക്കാമോ? നൂറുദ്ദീൻ്റെ ഫോൺ കട്ടാണ്. ശ്രീ സുധൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ സുധൻ, താങ്കളുടെ കാഴ്ചപ്പാട് പറയൂ. ഇത് വ്യക്തമായിട്ടും പിന്നെ ഈ ശശി തരൂരിനെ ആക്ഷേപിക്കാൻ വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ഒരു നടപടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു ചാനലില് നടത്തിയ ചർച്ചയിൽ ഇന്നലെ രാത്രിയിൽ തന്നെ ആ ചാനലിന്റെ അവതാരകൻ പൊതുജനങ്ങളോട് ക്ഷമ ചോദിക്കേണ്ട ഒരു അവസ്ഥയെത്തിയ സംഭവമായത്. ഇല്ലാത്ത സംഭവം ഊതി വീർപ്പിച്ച് ശശി തരൂരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു ഹീനമായ ശ്രമം എന്നുള്ളതിൽ കവിഞ്ഞ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, പക്ഷേ ശ്രീ സുധൻ, ഈ പറയുന്ന തമ്പാനൂർ സതീശിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, FB പോസ്റ്റ്, പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നതാണ്. ഈ പറയുന്ന കക്ഷി 2 വർഷത്തിന് മുമ്പ് കോൺഗ്രസിൽ നിന്ന് പോവുകയും LDFന് വേണ്ടി വർക്ക് ചെയ്യുകയും ജനതാദളിന് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തതിന് ശേഷം താങ്കൾ പറയുന്നത് കല്ലിയൂർ മുരളിയെ കുറിച്ചാണ്. കല്ലിയൂർ മുരളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കല്ലിയൂർ മുരളി അത് തത്താപുത്തയായിട്ടുള്ള രീതിയിൽ മാന്യതകളെ എല്ലാ അതിർവരമ്പും ലംഘിച്ചുകൊണ്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഇന്നലെ മറ്റൊരു ചാനലിൽ വിവരം പറഞ്ഞത്. അതേപോലെ ഏതെങ്കിലുമൊക്കെ അസംതൃപ്തരായിട്ടുള്ള കക്ഷികളെ വിളിച്ചിരുത്തി ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിക്കുകയോ. വളരെയധികം നന്ദി ശ്രീ സുധൻ. അങ്ങനെ അസംതൃപ്തരായിട്ടുള്ള ചിലരെങ്കിലും ഉണ്ടാകാം, അവരായിരിക്കാം ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് പിന്നിൽ എന്നുള്ളതാണ്. ശ്രീ പ്രേമൻ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ പ്രേമൻ, അങ്ങനെയാണോ അസംതൃപ്തരായിട്ടുള്ള വിരലിൽ എണ്ണാവുന്ന ചില ആളുകളാണോ ഇപ്പോൾ ഈ പ്രചാരണം തീരാൻ 10 ദിവസം മാത്രം ശേഷിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഒരിക്കലുമല്ല. ഇതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാർ പറഞ്ഞിരുന്നു, പല മണ്ഡലങ്ങളും BJPയും കോൺഗ്രസും യോജിച്ചാണ് മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പം KPCC അവിടെ DCC മെമ്പർ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഫേസ്ബുക്ക് ഇട്ടിരിക്കുന്നത് ഇവിടെ BJP ശശി തരൂരിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവർ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ പ്രേമൻ. ശ്രീ സജീവ് കൂടി തിരുവല്ലത്ത് നിന്നുമാണ്, മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. ശ്രീ സജീവ്, താങ്കൾ ഈ ശശി തരൂർ മത്സരിക്കുന്ന മണ്ഡലത്തിൽപ്പെട്ട വ്യക്തിയാണല്ലോ. അവിടെ കോൺഗ്രസിന്റെ പ്രചാരണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ കാണുന്ന വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചാനലുകളിലാണെങ്കിലും ഒക്കെ പറയുന്ന തരത്തിലുള്ള വാർത്തയ്ക്കൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അവിടെയുള്ള ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ താങ്കൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ? സാറേ, എൻ്റെ ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് കുറച്ച് ഒരു കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ട്, തിരുവല്ലത്ത് നിന്നും കുറച്ച് കോൺഗ്രസ്സുകാര് മാറി ചിന്തിക്കുന്നു, ശശി തരൂരിന് വേണ്ടി വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നില്ല, അങ്ങനെയുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ ഇവിടെ കുമ്മനം രാജശേഖരന്റെ വിജയത്തില് പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇവരെ ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ തോൽവി ഭയന്നിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ശശി തരൂർ തോൽവി ഭയക്കുന്നത് കൊണ്ട് ശശി തരൂരിന്റെ ക്യാമ്പിലുള്ള ആളുകൾ മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ശശി തരൂർ വന്ന സമയത്ത് നല്ല ഇമേജ് ആയിരുന്നു. തിരുവനന്തപുരത്തെ ആൾക്കാര് കൂടുതലും പേരും നമ്മുടെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വന്ന സമയത്ത് 1 ലക്ഷത്തോളം വോട്ട്, 99,000 ചില്ലറ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരിന് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ MLA രാജഗോപാൽ സാർ മത്സരിച്ച സമയത്ത് അത് 14,500 കുറഞ്ഞു. അപ്പൊ ആ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആ സമയത്താണ് ഒരുപാട് വിവാദങ്ങളിൽ ശശി തരൂർ പെട്ടത്. അപ്പൊ അത് ഇനിയും ജനങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നുള്ള പ്രതിഫലനം ഈ ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ള ഒരു വളരെയധികം നന്ദി ശ്രീ സജീവ്. ശ്രീ ഹരിദാസ് കൂടി ചേരുന്നു. ഹരിദാസ്, പറയൂ താങ്കളുടെ അഭിപ്രായം.
അയാളൊരു VIP നേതാവാണ്. അയാൾക്ക് മീൻ മാർക്കറ്റ് ഇങ്ങനത്തെ സംഗതിയെല്ലാം കാണുമ്പോൾ ഒരു അലർജിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ വെറുക്കുന്നതെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ സുകുമാരൻ നായരെ ഈ ഇതുകൊണ്ടല്ലോ ഇപ്പൊ എതിർപ്പ്, അതെല്ലാം വെച്ചിട്ടാണ് ഈ കോൺഗ്രസ്സുകാർക്ക് ഡൗട്ട്. ജയിക്കോ തോക്കോ എങ്ങനെ പറയാൻ പറ്റൂല എന്ന് പറയുന്നതിന്റെ കാര്യം, അതിന്റെ ഒരു എതിർപ്പാണിത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ അബ്ദുൽ ജബ്ബാർ കൂടി ചേരുന്നു. ശ്രീ അബ്ദുൽ ജബ്ബാർ, ഈ പല വിധത്തിൽ ഈ ആളുകളിലേക്കൊക്കെ സൂചനകളൊക്കെ നൽകുന്നുണ്ട്. ചില നേതാക്കളെ KPCC അധ്യക്ഷൻ വിളിച്ച് താക്കീത് ചെയ്തു, രാഹുൽ ഗാന്ധി നേരിട്ട് ശശി തരൂരിനെ വിളിച്ചു എന്നുള്ളതൊക്കെയാണ് വാർത്തകളൊക്കെ വരുന്നത്. എന്തായാലും ഇതിൽ ഒന്നും ഇല്ല എന്ന് പറയുന്നത്, അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും അതൊരു സത്യമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല വാർത്തകളും വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും താങ്കളുടെ കാഴ്ചപ്പാടിൽ ശശി തരൂരിനെതിരെ ചില കോൺഗ്രസ്സുകാരെങ്കിലും മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെയില്ല. കാരണം ഇവരെ കഴിഞ്ഞ ഇലക്ഷനും ശശി തരൂരിന് ഇങ്ങനത്തെ ഒരു ആരോപണം വന്നിരുന്നു. എന്നിട്ടും ശശി തരൂർ സുഖമായിട്ട് ജയിച്ചു കയറി. ഈ ഇലക്ഷനിൽ ശശി തരൂർ സുഖമായിട്ട് ജയിച്ചു കയറും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പുതുമയുള്ള കാര്യവുമല്ല. ഈ പറയുന്നത് പോലെ ഇപ്പോൾ 2009 ശശി തരൂർ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇവിടെ വലിയ പ്രകടനം നടന്നിട്ടുണ്ട്. ശശി തരൂരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചത് കൊണ്ട് കുറച്ചുകൂടി ഒരു സ്വീകാര്യത തരൂരിന് കിട്ടിയിട്ടുണ്ടെന്നാണ് താങ്കളുടെ കാഴ്ചപ്പാട്? അതെ, തീർച്ചയായിട്ടും. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രവി കൂടി ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്നുമാണ് രവി വിളിക്കുന്നത്. ശ്രീ രവി, തിരുവനന്തപുരത്ത് എവിടെ നിന്നുമാണ് താങ്കൾ വിളിക്കുന്നത്? ഞാൻ മണക്കാട്ട് നിന്ന് വിളിക്കുകയാണ്. എങ്ങനെയുണ്ട് അവിടെ കോൺഗ്രസിന്റെയും ശശി തരൂരിന്റെയും ഒക്കെ പ്രവർത്തനം? കോൺഗ്രസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മിസ്റ്റർ സതീഷ് തമ്പാനൂർ പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കും. കാരണം ഈ ഏരിയയിൽ ഒരു പ്രവർത്തനവും ശശി തരൂരിന് വേണ്ടി നടക്കുന്നില്ല. അതൊരു വാസ്തവമാണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, കേൾക്കുന്നുണ്ടല്ലോ താങ്കൾ? അതെ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ശിവകുമാറിനെ പറ്റി ഉണ്ടായാൽ ആരോപണം. കാരണം അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില 1-2 കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ ശിവകുമാറുമായിട്ട് ബന്ധപ്പെട്ട് 4-5 വാർഡുകളിൽ ശിവകുമാറിന്റെ സ്വാധീനത്തിലുള്ള വാർഡുകളിൽ ശിവകുമാറിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി, അതായത് BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന്റെ പ്രധാന ഉത്തരവാദി ശിവകുമാർ തന്നെയായിരുന്നു. അതിന്റെ പ്രത്യുപകാരമായിട്ട് ശിവകുമാറിന് അസംബ്ലി മണ്ഡലത്തിലേക്ക് ഈസി വാക്ക് ഓവർ, കാരണം ശ്രീകാന്തിനെ നിർത്തിക്കൊണ്ട് ചില മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ചു കൊടുക്കാനും കാരണമായി. അതിന്റെ ഒരു പ്രത്യുപകാരമാണ് ആക്ച്വലി ഇപ്പം ശശി തരൂരിനെതിരായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ കൂടെ എന്ന് പറയുമ്പോൾ DCC പ്രസിഡന്റ് ആണ് ഇതിൽ പങ്കെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? DCC പ്രസിഡന്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശിവകുമാറിന്റെ കൈ. വളരെയധികം നന്ദി. ശ്രീ നൂറുദ്ദീൻ കൂടി ചേരുന്നു. നൂറുദ്ദീൻ, ഇങ്ങനെയാണ് കാരണം പലർക്കും സ്വാധീനമുള്ള മേഖലകളിൽ അവർ വോട്ട് മറിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ പരാതി, അല്ലെങ്കിൽ ചില കോൺഗ്രസ്സുകാർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. നൂറുദ്ദീന് തിരുവനന്തപുരത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? ശശി തരൂരിനെ തോൽപ്പിക്കാൻ തന്നെ കോൺഗ്രസ്സുകാർ നടക്കും സാർ. കേട്ടില്ല, ക്ലിയർ ആയില്ല, പറഞ്ഞോളൂ. ശശി തരൂരിനെ തോൽപ്പിക്കാൻ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ നടക്കുകയാണ് സാർ. അതിന്റെ ആവശ്യം എന്താണ്? കോൺഗ്രസിന് ഒരു MP ഉണ്ടാകേണ്ടത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമല്ലേ? മറ്റുള്ളവർക്ക് ചാൻസ് കിട്ടില്ല പറഞ്ഞിട്ടാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ശശി തരൂരിനെതിരെ ചില ആളുകൾ ഇവിടെ നീക്കം നടത്തുന്നുണ്ട്. നടക്കുന്നുണ്ട് സാർ, 100% നടക്കുന്നുണ്ട് സാർ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ കഴക്കൂട്ടത്ത് നിന്ന് മോഹൻ ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ, ഇങ്ങനെ ഒരു ഇപ്പോൾ താങ്കളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണല്ലോ, ഇവിടെ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള K മുരളീധരൻ മണ്ഡലത്തിൽ പ്രവർത്തനത്തിനില്ല. മുരളീധരൻ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ശക്തിയാകുമായിരുന്നു എന്നുള്ളതാണ് ശശി തരൂരും കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നത്. ഇനിയിപ്പോൾ മുരളിയില്ല എങ്കിൽ പോലും വട്ടിയൂർക്കാവിൽ നേതൃത്വം നൽകി മുരളിക്ക് പകരക്കാരനായി എല്ലാവരെയും കൂടെ നിർത്താൻ പറ്റിയ ആളില്ല. മറ്റ് പല മണ്ഡലങ്ങളിലും മണ്ഡലം പ്രസിഡന്റുമാർ പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല എന്നൊക്കെയാണ് പരാതി. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ശ്രീ മോഹനൻ കഴക്കൂട്ടത്തുള്ള ആളുകൾക്ക്? കഴക്കൂട്ടത്ത് ഇവിടെ ഉണ്ടായിരുന്ന വാഗീത് MLA, പഴയ MLA വാഗീത് ഉണ്ടായിരുന്ന വാഗീതൊന്നും ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങത്തില്ല. ഇവിടെ കഴക്കൂട്ടത്ത് പൈസ കൊടുത്ത് BJP വോട്ട് ചെയ്യാനായിട്ട് പാർട്ടികൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മെനിങ്ങാന്ന് ഇവിടെ പ്രകടനം ഉണ്ടാക്കുന്ന പ്രകടനത്തിന് ഒരു പാർട്ടിയും ശശി തരൂരിന്റെ കൂടെ ഇല്ലായിരുന്നു. താങ്കളുടെ വീട്ടിലെ ശ്രീ മോഹനൻ, താങ്കളുടെ വീട്ടിലൊക്കെ ഈ നോട്ടീസും ഒക്കെ ആയി കോൺഗ്രസ്സുകാരൊക്കെ വരുന്നുണ്ടോ? ഒരു പ്രാവശ്യം തന്നെ വന്നിട്ടുണ്ട്. കഴക്കൂട്ടത്തൊക്കെ ഒരു പ്രാവശ്യം നോട്ടീസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഇവിടെ അടികളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോലെകളാണ്. 4 ടീമുകളുണ്ട്. 4 ടീമുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ 4 ടീമായിട്ട്
തിരിഞ്ഞ് തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ തരൂര് ജയിക്കുമോ? ജയിക്കൂല. ഒരു കാലം ജയിക്കൂല. അത് തോപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അവർ ശശി തരൂരിനെ തോപ്പിക്കുക. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രാമചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാമചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എൻ്റെ അഭിപ്രായത്തില് നമ്മുടെ ഈ 3 സ്ഥാനാർത്ഥികളിലും കുറച്ച് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മുടെ കുമ്മനം രാജശേഖരൻ ചേട്ടനാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥാനാർത്ഥി, നമ്മൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത്രയും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വെക്കുന്ന ഒരു പ്രവൃത്തി അല്ല ആളുടെ. പക്ഷേ ശ്രീ രാമചന്ദ്രൻ, ഒന്ന് യുക്തിഭദ്രമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇതിന് ഇറങ്ങുമോ? കാരണം ഒന്ന്, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പെന്നാണ് ഇനി പറയുക. അന്ന് UDF-ന് കിട്ടിയിട്ടുള്ള സീറ്റ് എന്നായിരിക്കും പറയുക. സ്വാഭാവികമായും അതൊരു ചരിത്രം കുറിക്കാൻ വേണ്ടി കോൺഗ്രസും UDF-ഉം ഒക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പാരവെപ്പിലൂടെ ഒരു സീറ്റ്, പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലെയുള്ള ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നൊക്കെ കോൺഗ്രസ്സുകാരും പൊതുജനങ്ങളും പറയുന്ന ഒരാളെയൊക്കെ തോൽപ്പിക്കാൻ അങ്ങനെയുള്ള നീക്കമൊക്കെ നടക്കുമോ? ഒരു യുക്തിഭദ്രമായിട്ട് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ശശി തരൂരിന് 10 വർഷം കിട്ടിയതാണല്ലോ. അദ്ദേഹത്തിന് 10 വർഷം കിട്ടിയിട്ടും ആ മണ്ഡലത്തിൽ ഒരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും ഒരു 5 വർഷം കൂടി ആൾക്ക് കൊടുത്ത് എന്തിനാ അത് വേസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, വളരെയധികം നന്ദി. മറ്റു പ്രേക്ഷകരുണ്ട്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വയം കുഴി തോണ്ടുന്നു എന്നുള്ളതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ശ്രീ ബാബു നമ്മളോടൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്തു നിന്ന് തന്നെയാണ് ബാബു വിളിക്കുന്നത്. ശ്രീ ബാബു, തിരുവനന്തപുരത്ത് നിന്ന് ഏത് ഭാഗത്തു നിന്നുമാണ് താങ്കൾ, ഏത് സ്ഥലത്തു നിന്നുമാണ് വിളിക്കുന്നത്? തിരുവനന്തപുരം സെൻട്രൽ. എവിടെ? തിരുവനന്തപുരം സെൻട്രൽ. ഓക്കെ, ശരി. എങ്ങനെയാണ് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രചാരണം? ഈ പറയുന്നത് പോലെ ശശി തരൂരിന്റെ പ്രചാരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, മറിച്ചാണോ അനുഭവം? എന്താണ് അവിടുന്ന് എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ പറയുന്നത്? ഹലോ, പറഞ്ഞോളൂ ബാബു, കേൾക്കാം. എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം തരൂർ ജയിക്കുമെന്ന്. കാരണം 2 പ്രാവശ്യം ജയിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഒന്നും. പിന്നെ പുള്ളി പറയുന്നത് പുള്ളിയുടെ വൈഫിനെ പുള്ളി ഹോട്ടലിൽ കൊണ്ടിരുത്തിയപ്പോൾ തന്നെ അങ്ങ് മരിച്ചുപോയി. ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി പാടാണ്. പുള്ളി ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് 4ാമതൊരു കല്യാണമൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ പറയുന്നതിലൊക്കെ പകുതി വാസ്തവമുണ്ടെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ജയിക്കരുത് എന്ന് തന്നെയാണ്. യെസ്, റൈറ്റ്, വളരെയധികം നന്ദി. ഫോണും ക്ലിയർ അല്ല. ശ്രീ രമണൻ കൂടി ചേരുന്നു. രമണൻ, പറയൂ. സാറേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ, കേൾക്കാമോ ശ്രീ രമണൻ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടാണ്. ശ്രീ ആശിഷ് ചേരുന്നുണ്ട്. ശ്രീ ആഷിഷ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീകാര്യം ഭാഗത്തുനിന്നാണ് ഞാൻ വിളിക്കുന്നത്. ശശി തരൂർ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയാണ് ചെയ്തത്. അദ്ദേഹം 10 വർഷം ഇവിടെ ഉണ്ടായിരുന്നിട്ട് അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്തിന്റെ ജോഗ്രഫി അറിയാത്തൊരു നേതാവാണ് അദ്ദേഹം. ഞങ്ങൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞങ്ങൾ പോലും ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമോ അദ്ദേഹത്തിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആരെങ്കിലോ ഒരിക്കൽ പോലും ഞങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പലപ്പോഴും പുള്ളി പല എക്സ്ക്യൂസും പറഞ്ഞ് നോർമൽ ഒരു ഒരു ഫോറിനറിനെ പോലെയാണ് അദ്ദേഹം നമ്മളോട് തന്നെ പെരുമാറിയിട്ടുള്ളത്. അതിന്റെ ഫലമാണ് അദ്ദേഹം. പിന്നെ നമ്മളെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന പല കമന്റ്സും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കാരണം ജനങ്ങൾ ഞങ്ങളോട് പോലും പുച്ഛമായാണ് പെരുമാറുന്നത്. അല്ല ശ്രീ ആശിഷ്, ഈ ശ്രീകാര്യത്ത് നിന്ന് വിളിക്കുമ്പോൾ ശ്രീകാര്യ മേഖലയിലൊക്കെ എങ്ങനെയുണ്ട് തരൂരിന്റെ പ്രവർത്തനം ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ജനങ്ങളുടെ പ്രതികരണം വളരെ മോശമാണ്. ജനങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ ഇത്രയും കോൺട്രവേഴ്സ്യൽ കമന്റ്സ് അടിച്ച ആൾക്കാർക്ക് വേണ്ടി നമ്മൾ വീണ്ടും നടക്കുന്നല്ലോ എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സാദിഖ് ചേരുന്നു. ദമാമിൽ നിന്നുമാണ് സാദിഖ് വിളിക്കുന്നത്. സാദിഖ്, നാട്ടിലെവിടെയാണ്? ഞാൻ മാഹിയിൽ. എങ്ങനെയാണ് ശശി തരൂരിന്റെ പ്രചാരണത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിൽ സത്യസന്ധതയുണ്ടോ? കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു കാലം, ആ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ മാത്രമല്ല കേന്ദ്രത്തിൽ BJPയെ തോൽപ്പിക്കാൻ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് പൊതുവെ ഈ പറയുന്ന കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും ഒരുമിച്ച് പറയുന്ന സമയം. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു മുന്നേറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ശശി തരൂരിന് എതിരെ ഇത്തരത്തിലുള്ള ഒരു നീക്കം പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകാനുള്ള ഇടയുണ്ടോ? എന്താണ് അഭിപ്രായം? തീർച്ചയായും ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് പാർട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പം രാജഗോപാൽ MLA കേരള അസംബ്ലിയിൽ ഇരിക്കുന്നത്. അതിന്റെ ഇനിയിപ്പോ പാർലമെന്റിൽ ഒരുപക്ഷെ ഇത് തുടക്കമായിരിക്കും. ഇവര് ട്രൈ ചെയ്യുന്നത് കുമ്മനം രാജേഷ് ഈ വോട്ട് മറിച്ച് വിറ്റ് കുമ്മനത്തിനെ ജയിപ്പിക്കാനായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് വിയോജിപ്പുള്ളത്, ഇന്നലെ വന്നത് 4 മണ്ഡലത്തിലെ കാര്യങ്ങളാണ്, ഇതേ സംഗതികൾ. പക്ഷെ നിങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്ന തരൂർ മാത്രമാണ്.
ഇതിലും വലിയ പ്രശ്നമാണ് വടകരയിൽ നടക്കുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം ശ്രീ സാദിഖ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇക്കാര്യം വാർത്ത നൽകിയിരുന്നു. പാലക്കാട് പരാതിയുണ്ട്, കോഴിക്കോട് പരാതിയുണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന കെ മുരളീധരൻ മത്സരിക്കുന്ന വടകരയിലും പരാതിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് വളരെ പ്രകടമായി ഇവിടെ പല നേതാക്കളും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, ചില നേതാക്കൾ പരസ്യമായി തന്നെ ഇതേക്കുറിച്ച് പ്രസ്താവന നടത്തുന്നു. അതുകൊണ്ടാണ് ഏതായാലും വളരെയധികം നന്ദി വിളിച്ചതിൽ. ശ്രീ അനു വട്ടിയൂർക്കാവിൽ നിന്നുമാണ് അനു ചേരുന്നത്. ശ്രീ അനു, വട്ടിയൂർക്കാവ് അതാണ് ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞത് കെ മുരളീധരൻ സിറ്റിംഗ് MLA, അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്, അവിടെയൊന്നും പ്രവർത്തനം തൃപ്തികരമല്ല എന്നുള്ളതാണ് ശശി തരൂർ ക്യാമ്പിലെ ഒരു പരാതി. എങ്ങനെയാണ് വട്ടിയൂർക്കാവിലെ സാഹചര്യം? ഇവിടെ ഇതുവരെ വട്ടിയൂർക്കാവിൽ അങ്ങനെ കാര്യമായി ശശി തരൂരിന് വേണ്ടി വലിയ പ്രചരണം ഒന്നും നടന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് ബാക്കി ഉള്ള 2 സ്ഥാനാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശശി തരൂരിന് വളരെ കുറവാണ് ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും. ഈ പറയുന്നത് പോലെ അവിടെ ഇപ്പോൾ മുരളീധരൻ ഇല്ല എന്നുള്ളൊരു അഭാവം മണ്ഡലത്തിലുണ്ടോ? മറ്റു നേതാക്കളൊക്കെ ഇറങ്ങുന്നുണ്ടോ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്? തീർച്ചയായും മുരളീധരൻ MLA ഇല്ലാത്ത അഭാവം ഇവിടെ കാണാനുണ്ട്. അദ്ദേഹം മേ ബി വടകരയിലായതുകൊണ്ടായിരിക്കാം ഇവിടെ കാര്യമായി ഒന്നും നടക്കാത്തത്. കാരണം ഒരു MLA, അദ്ദേഹം ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്, അദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കുന്നത് പോലെ ഉള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ബാക്കിയുള്ളവർ ചെയ്തു കണ്ടില്ല. ഈ ശശി തരൂരിനെ കാലുവാരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതാണ് ഇവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇത് കണ്ടപ്പോൾ വളരെയധികം നന്ദി. ശ്രീ ജയൻ പേയാട് നിന്നും ചേരുന്നു. ജയൻ, പറയൂ, എങ്ങനെയാണ് പേയാടിലെ സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ? പേയാട് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് വരുന്നത്. റൈറ്റ്. എങ്ങനെയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ഇവരെ കൂടെയുള്ള നമ്മള് VS ശിവകുമാറിനെ പോലെയുള്ളവരെ ആദ്യമേ RSS BJPയിലോട്ടൊക്കെ ഇവരെ പറഞ്ഞു വിട്ടിട്ടാണ് ഇതൊക്കെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ശശി തരൂർ തോൽക്കാൻ തന്നെ കാരണമാവും. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ നന്ദകുമാർ കൂടി ചേരുന്നു. നന്ദകുമാർ, പറഞ്ഞോളൂ. ശ്രീ ശശി തരൂരിന് ഇല്ലാത്ത യോഗ്യതകളൊക്കെ കൽപ്പിച്ച് ആഗോള പൗരൻ എന്ന സ്ഥാനമൊക്കെ കൽപ്പിച്ചിട്ടാണ് കഴിഞ്ഞ 2 തവണയും തിരുവനന്തപുരത്ത് ജയിപ്പിച്ചത്. ഈ 2 തവണ ജയിപ്പിച്ചതിന്റെ ആ അനുഭവം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഒരു സാധാരണക്കാരനായി അദ്ദേഹത്തിന് പെരുമാറാൻ കഴിയില്ല. അദ്ദേഹം ഉന്നതങ്ങളിൽ വിഹരിക്കുന്ന ആളാണ്. IPL മേഖല, വലിയ വലിയ കോടീശ്വരന്മാരുടെ മേഖല, ഇത്തരം മേഖലകളിൽ വിഹരിക്കുക, അതേമാതിരി അന്താരാഷ്ട്ര നിലവാരത്തിൽ പെരുമാറി, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയും. ഒരു സാധാരണക്കാരനോട് പെരുമാറി ഒരു സാധാരണക്കാരന്റെ ദുഃഖം. പക്ഷേ ശ്രീ നന്ദകുമാർ, ഇതൊക്കെ പറയുമ്പോഴും 2009 1 ലക്ഷത്തോളം വോട്ടിന്റെ അടുത്ത് 2 വോട്ടിന്റെ കുറവേ ഉള്ളൂ. അത്രയും വലിയ ഭൂരിപക്ഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ O രാജഗോപാല് ജയിക്കാൻ പോകുന്നു, ഇടയ്ക്ക് മധുരം വിതരണം ചെയ്യുന്നു. എന്നിട്ടൊക്കെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരെ ഉണ്ടായിരുന്ന കേസും അതെല്ലാം കത്തി നിൽക്കുന്ന സമയം, എന്നിട്ടും ശശി തരൂർ വിജയിച്ചു. അപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ശശി തരൂരിനോട് അത്രയൊരു താല്പര്യം ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹം ഈ 2 തവണയും വിജയിച്ചത്? അത് പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ടല്ലേ, രാഷ്ട്രീയ പാർട്ടി അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിന്റെ വോട്ടാണ്. അത് ശശി തരൂരിന്റെ വോട്ടല്ല. പിന്നീട് ഈ വോട്ടർമാർ പോലും കോൺഗ്രസിന്റെ, അതാണല്ലോ ഇപ്പൊ തെളിയുന്നത്, കോൺഗ്രസ് കാലുവരുന്നു എന്നാണല്ലോ പ്രശ്നം. ഈ വോട്ടർമാർ പോലും ശശി തരൂരിനെ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെയധികം നന്ദി. ശ്രീ ഷമീർ കൂടി ചേരുന്നു. ഷമീർ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ പേര് ഷമീർ, ഞാൻ ഒമാനിൽ നിന്ന് വിളിക്കുന്നു. പറഞ്ഞോളൂ. തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു തീവ്രവാദം, അതായത് നമ്മുടെ ഈ കോൺഗ്രസിനെ BJP ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ വോട്ട് പിടിക്കാൻ പാടില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം നമ്മുടെ ജീവിതത്തിൽ, ഞാനൊരു പ്രവാസിയാണ്, പ്രവാസിക്ക് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഒരു പാർട്ടികളും നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. ഇപ്പൊ കാണുന്നത് ഇതെല്ലാം ഇതുപോലെയാണ്. അതിനുവേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശശി തരൂരിനെ ജയിപ്പിക്കുക തന്നെ വേണ്ടത്. വളരെയധികം നന്ദി ഷമീർ. ശശി തരൂരിന് പൂർണ്ണ പിന്തുണയാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ വിഷ്ണു ശ്രീകാര്യത്തുനിന്ന്. ശ്രീ വിഷ്ണു, തൊട്ട് മുൻപ് വിളിച്ച ശ്രീകാര്യത്തുനിന്നും ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞത് ശ്രീകാര്യത്തൊന്നും വേണ്ട വിധത്തിൽ മുൻവർഷങ്ങളിൽ ഉണ്ടായിരുന്നത് പോലുള്ള പ്രചാരണം ഇല്ല കോൺഗ്രസിന് എന്നുള്ളതാണ്. അങ്ങനെയാണോ വിഷ്ണുവിന്റെ പറയാനുള്ളത്? അതോ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പ്രവർത്തനം പോകുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? നല്ല രീതിയിൽ പ്രവർത്തനം പോകുന്നത് സാറേ. 100% നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനവും അതുപോലെ തന്നെ GSTയും വർഗീയതയും അതിനെതിരെയുള്ള വോട്ട് തന്നെ ആയിരിക്കും ശശി തരൂരിനുള്ളത്.
മാത്രമല്ല വിഷ്ണു, ഈ പറയുന്നത് പോലെ ഇപ്പോൾ ചില ആളുകൾ പടച്ചുവിടുന്ന വാർത്തകൾ, അങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തകളാണ് ഇതൊക്കെയാണ് ഉമ്മൻചാണ്ടി ആണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളാണോ ഈ ശശി തരൂരിനെതിരെ ഇപ്പോൾ നടക്കുന്നത്? ഇത് BJPയുടെ ഒരു ഗൂഢാലോചനയാണ്. 100% അത് കോൺഗ്രസ് പാർട്ടിക്ക് ഏക്കത്തില്ല. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീമതി സുഭാഷിണി കൂടി ചേരുന്നു, പാറശാലയിൽ നിന്നുമാണ് വിളിക്കുന്നത്. സുഭാഷിണി, പാറശാലയിലൊക്കെ എങ്ങനെയുണ്ട് പ്രവർത്തനം കോൺഗ്രസിന്റെ? സുഭാഷിണി കേൾക്കാമോ? കേൾക്കാം, എനിക്ക് പറഞ്ഞോളൂ. ഞാൻ ഇവിടെ താമസിക്കുന്നു. എനിക്ക് അറിഞ്ഞിട്ട് 10 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു. ഇവിടെ പക്ഷെ ഒരു വികസനവും നടന്നിട്ടില്ല. ഈ റോഡായാലും ശരി, ഏതായാലും ശരി, ഒന്നും നടന്നിട്ടില്ല. ഒരു വിധത്തിലുള്ള വികസനവും നടന്നിട്ടില്ല. അതോടൊപ്പം ഇത്തവണ എങ്ങനെയുണ്ട് പ്രവർത്തനത്തിന് വേണ്ടി ശശി തരൂരിന് വോട്ട് ചോദിച്ച ആളുകളൊക്കെ വരുന്നുണ്ടോ അവിടെ? അവിടെ വരുന്നുണ്ട്, പക്ഷെ അത്ര പേരൊന്നും വരുന്നില്ല. ഇവിടെ ജനങ്ങൾക്ക്, ഇവിടെ എന്റെ കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇപ്രാവശ്യം ശശി തരൂരിന് വോട്ട് ചെയ്യുന്ന ഒരു ആഗ്രഹവും ഇല്ല. എന്ന് വെച്ചാൽ അവർ പോഷായിട്ട് എല്ലാം പറയുന്നുണ്ട്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഒന്നും ഇവിടെ നടക്കില്ല. വളരെയധികം നന്ദി. 10 വർഷമായിട്ട് ഒരു വികസനവും എത്തിയില്ല എന്നാണ് സുഭാഷിണി പാറശാലയിൽ നിന്നും പറയുന്നത്. ഏതായാലും ശശി തരൂർ വിജയിക്കണം എന്ന് കോൺഗ്രസും ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള ചില കോൺഗ്രസിലെ ചില പ്രാദേശിക നേതാക്കൾ തന്നെ അതിനെതിരെ തിരിയുന്നു എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ പരാതി. അതോടൊപ്പം തന്നെ ഈ പരാതിയുടെ ഭാഗമായി ശശി തരൂരിനെ രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രത്തോളം ഇതൊന്നും ശരിയല്ല, മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുവേദി പൂർണ്ണമാക്കുകയാണ്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.